ഹലോ, വെൽക്കം ബാക്ക്. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്ന് പറയുന്നത് ഈ വർഷത്തെ ശിവരാത്രി ആലുവ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ്. ഞാനൊരു 10 ഡേയ്സ് മുന്നേ പോയതാണ്. പക്ഷേ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടാഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാഞ്ഞത്. ഒരുപാട് പേരിനോട് ചോദിച്ചു, ഈ വർഷം പോയില്ലേ, വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്സൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തി വണ്ടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ കാഴ്ചകളുടെ ആ ഒരു ഏരിയയിലോട്ട് വന്ന് ഫസ്റ്റ് തന്നെ അവിടെ നമ്മളെ ഈ ഓരോ സാധനങ്ങൾ എറിഞ്ഞിടുമ്പം നമുക്ക് ഇത് കിട്ടില്ലേ, ടോയ്സൊക്കെ കിട്ടില്ലേ, അത് നമുക്ക് ഈ പ്രാവശ്യം 2 സാധനങ്ങൾ കിട്ടി കേട്ടോ. ഒന്നൊരു ബബിൾസിൻ്റെതും കിട്ടി, പിന്നെ ഒന്നൊരു നമ്മൾ അടിച്ചുവാരിയില്ലേ, റൂം അടിച്ചുവാരിയും കിട്ടി. അപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങനെ നമുക്ക് 2 എണ്ണം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് മുന്നോട്ട് പോയി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്തു, ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ഈ വർഷത്തെ ഇവിടുത്തെ പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെറ്റ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അങ്ങോട്ടാണ് ഞങ്ങൾ ആദ്യം കയറുന്നത്. അവിടെ കുറേ പക്ഷികളെയും വെറൈറ്റി ആയിട്ടുള്ള കുറേ നല്ല നല്ല പക്ഷികൾ, ആനും, പാമ്പ്, അങ്ങനത്തെ കുറേ പാമ്പിന് തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല രസമായിരുന്നു കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നമുക്ക് കാണാനായിട്ട് മാത്രമുണ്ട് പെറ്റ് ഗാർഡൻ, പിന്നെ ഗോസ്റ്റ് ഹൗസ്, 3D തിയേറ്റർ, അങ്ങനെയുള്ള ഞാൻ വഴി കാണിച്ചു തരാം. ഞങ്ങൾ കയറിയ ഐറ്റംസിൻ്റെയൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നോർമലി ഉള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ, മറ്റേ തൊട്ടിലാട്ടം, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ അവിടെ നമുക്കൊരു 50 രൂപ കൊടുത്ത് നമുക്ക് ഇവരുമായിട്ടൊരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റപ്പാണ്. ബേർഡും ഉണ്ട്, ഒരു പാമ്പും ഉണ്ട്. അപ്പം ധൈര്യമുള്ളത് ഇവർ 2 പേരുമായിരുന്നു. അവർ 2 പേരുമാണ് അതിന് കൂടിയത്. ഞങ്ങളൊക്കെ ഇങ്ങനെ കണ്ടതേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ജസ്റ്റ് ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം, ഒരു റോബോട്ടിനെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് തരും കേട്ടോ. അപ്പോൾ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ജസ്റ്റ് എക്സിബിഷൻ പോലെയാണ് പിന്നെ ഉള്ളിലോട്ട്. ഇത് മെർമെയ്ഡ്, അതായത് ഇങ്ങനെ ഒരു മത്സ്യത്തിൻ്റെ ഒരു വെള്ളത്തിൽ കിടക്കുന്നത്, അതൊക്കെ ഒരു വെറൈറ്റി സംഭവം കേട്ടോ. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സീനറിയാണ്, കൊള്ളായിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം പിന്നെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. ജസ്റ്റ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാവുന്നത്, ഫുഡ് ഐറ്റംസും ഉണ്ട്, അല്ലാതെ വാച്ച്, മൊബൈൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട്, അപ്പോൾ സ്പ്രേ, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇതുപോലത്തെ റൈഡ്സിൽ 1-2 റൈഡ്സിൽ കയറി. അതിനുശേഷം ഇവിടെ വലിയൊരു പരുന്തിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫോട്ടോയ്ക്കൊക്കെ നല്ല സീനറിയാണ്. പിന്നെ ഞങ്ങൾ ഗോസ്റ്റ് ഹൗസിൽ കയറി. 2 ഗോസ്റ്റ് ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിലാണ് കയറിയത്, അവിടെ എന്താണെന്ന് അറിയില്ല. പിന്നെ അതിനുശേഷം ഞങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ചെയ്യണമല്ലോ, അപ്പം ചട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തു. പിന്നെ ഞാനൊരു എല്ലാ വർഷവും ഇവിടുന്ന് വാങ്ങാറുണ്ട് കേട്ടോ, ഒരു മെമ്മറിക്ക് ഈ ഒരു സ്റ്റാൻഡും ഫ്ലവറും അതും വാങ്ങിച്ചു. പിന്നെ അമ്മ 2 ചട്ടി എടുത്തു. ഞാൻ ഈ വർഷം ചട്ടി വാങ്ങിയില്ല. ഞാൻ അതിന് മുമ്പ് കഴിഞ്ഞ മാസം നമ്മുടെ അടുത്തൊരു പള്ളിയിൽ പെരുന്നാളിന് ഞാൻ കുറേ ചട്ടികൾ മേടിച്ചുകൊണ്ട് ഈ വർഷം ഞാൻ ചട്ടി മണപ്പുറത്തുനിന്ന് വാങ്ങിച്ചില്ല. അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചു കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഓർഗനൈസർ ബോക്സ് അവിടെ വന്ന് അത് മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വന്നൊന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഇനി ഞങ്ങൾ പോവുകയാണ് വീട്ടിലോട്ട്. കഴിഞ്ഞു അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങൾ കഴിഞ്ഞ് കാഴ്ചകൾ കണ്ടു വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഇത് അറ്റത്ത് വന്ന സമയത്ത് ഈ 3D തിയേറ്റർ കണ്ടത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അവിടെയും കൂടെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ 3D തിയേറ്ററിൽ കയറി അവിടുത്തെ അത് എൻജോയ് ചെയ്തു. അതും നല്ല രസമായിരുന്നു കേട്ടോ, നല്ല വെറൈറ്റി സംഭവമായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വർഷത്തെ കാഴ്ചകളൊക്കെ എല്ലാം നല്ല വെറൈറ്റി കാഴ്ചകളായിരുന്നു. അപ്പോൾ എൻജോയ് ചെയ്തു. അപ്പം ഈ വർഷത്തെ നമ്മുടെ ഫെസ്റ്റിവൽ അങ്ങനെ അവസാനിക്കാൻ പോവുകയാണ്. ബൈ ബൈ.